റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് റിപ്പോർട്ടറിനോട് തോടുകളുടെ പാർശ്വഭിത്തി പൊളിച്ചത് മഴയ്ക്ക് മുൻപ് കെട്ടാത്തത് വെള്ളക്കെട്ടിന് കാരണമായി. അപ്രതീക്ഷിതമായ മഴയുണ്ടായപ്പോൾ വെള്ളം കൃത്യമായി ഒഴുകിപ്പോയില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു പോർഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചപ്പോൾ അവർ പ്രതീക്ഷിച്ചെനിക്ക് തോന്നുന്ന ഈ മഴ പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ വർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അതുപോലെ തന്നെ ചാക്കഭാഗത്തും ഇതുപോലെ തന്നെയുള്ള ഒരു റെയിൽവേയോട് ബന്ധപ്പെട്ടുള്ള ഒരു പൊട്ടിക്കൽ അവിടെയും വന്നു. ഈ രണ്ട് പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു വിഷയം വന്നത്. പിന്നെ ഈ പറഞ്ഞ ക്ലീനിങ് ഒന്നും കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ നമുക്ക് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിന്നിരുന്നത് കൊണ്ടായിരിക്കാം ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടതുപോലെ മുൻകൂട്ടി ആക്ട് ചെയ്യാൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടില്ല. ഇലക്ഷന് ശേഷം നമ്മൾ വന്ന് ഗവൺമെന്റ് ചുമതല ഏൽക്കുന്നു. ലോക്കൽ ബോഡീസ്, കോർപ്പറേഷൻ എല്ലാവർക്കും ഈ ഒരു സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ഇനി ചെയ്യാവുന്ന കാര്യങ്ങൾ ആക്ട് ചെയ്യാൻ മാർഗമുള്ളൂ. അത് പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാനാണ് നിർദ്ദേശം കൊടുത്തത്. മേയറോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുമെങ്കിൽ നല്ല കാര്യമില്ല, വരട്ടെ. മേയറേയും കൂടെ കൂട്ടിയിരുത്തി അടുത്ത ചർച്ച വിളിക്കാൻ തയ്യാറായി. സ്വന്തന സജു വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സ്വന്തന, ഈ മേഖലകളിൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ സ്വന്തന നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ മതിൽ പൊളിക്കുന്ന സമയത്ത് അവിടെ അത് പുനർനിർമ്മിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ മലിനജലം മുഴുവനും ഒഴുകി ആ പ്രദേശം മുഴുവനും നിറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ റെയിൽവേയുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ മോൻസ് ജോസഫ് അടക്കമുള്ളവർ. എന്താണ് പരിഹാരം എന്ന് പറയുന്നുണ്ടോ? മധു, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ പെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, പല കടകളിലേക്കും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലിനജലം ഇരച്ചു കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇപ്പോൾ പ്രധാന കാരണമായി വകുപ്പുകളൊക്കെ തന്നെയും പറയുന്നത് ഈ റെയിൽവേയുടെ ഭാഗത്ത് ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തോടിന്റെ പാർശ്വഭിത്തികൾ പലയിടങ്ങളിലും പൊളിച്ചിട്ടുണ്ട്. അതുമൂലം വെള്ളം പലയിടങ്ങളിലേക്കും റോഡുകളിലേക്ക് അടക്കം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആമയിഴച്ചാത്തോട്ടിൽ നമ്മൾ ആ ദിവസം കണ്ടതാണ്. ആമയിഴച്ചാത്തോട്ടിൽ കോർപ്പറേഷൻ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവിടുത്തെ പാർശ്വഭിത്തി പൊളിക്കുകയും അത് കൃത്യസമയത്ത് കെട്ടാതിരിക്കുകയും ചെയ്തു. ഈ രണ്ട് ഭിത്തികളും കൃത്യസമയത്ത് കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ അന്നേ ദിവസം അത്രയും വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മന്ത്രിതലത്തിലടക്കം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വെള്ളക്കെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിതലത്തിൽ യോഗമടക്കം ചേർന്നിരുന്നു. അപ്പോൾ ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയായ മോൻസ് ജോസഫ് തന്നെ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ വെള്ളക്കെട്ടുകൾ പല തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു പദ്ധതി തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ അതിനെ ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത് എന്നാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞത്. അത് മാത്രവുമല്ല, ഇപ്പോൾ കാലവർഷം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ അതിന് കുറച്ചധികം സമയമെടുക്കും. പക്ഷേ അതിന് മുൻപായി തന്നെ അടിയന്തരമായി വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വകുപ്പുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് അതിനുള്ള ചുമതലയും നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തോടുകളിൽ കിടക്കുന്ന മാലിന്യങ്ങളടക്കം എത്രയും പെട്ടെന്ന് എടുത്തു നീക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തുവാൻ വേണ്ടിയാണ് വകുപ്പിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നൽകിയത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജലവിഭവ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയാണ്. ആ മതിൽക്കെട്ട് പുനർനിർമ്മിക്കാത്തത് വലിയ തോതിൽ വെള്ളക്കെട്ടത്തിന് കാരണമാകുന്നു എന്നുള്ളത് നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. പക്ഷേ ഇതിനി എപ്പോൾ പരിഹരിക്കാനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.